എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മോരുകറി ഉണ്ടാക്കിയാലോ. ഈ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു 2 മിനിറ്റ് തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ മോര് കാച്ചിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിനകത്തേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുന്ന തൈരായിരിക്കുമല്ലോ. ഞാനിപ്പം തൈര് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. കാരണം ഞാൻ കുറച്ച് മോര്, അത് നമ്മുടെ പച്ചമോര് ഉണ്ടാക്കത്തില്ല, അതിന് വേണ്ടി കൂടിയാണ് ഞാൻ സെപ്പറേറ്റ് ആക്കിയതാണ്. അതുകൊണ്ടാണ് ഈ വെള്ളമായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല കട്ട തൈരാകുമ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്കിട്ടാണ് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അരയ്ക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. കാരണം കുറച്ച് കൂടുതലുണ്ട് എൻ്റെ തൈര്, അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീരകം പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, കൂടുതൽ വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മതി. പിന്നെ ഉലുവാപ്പൊടി ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു നുള്ളു ഉലുവാപ്പൊടി, അത്രയും മതി. സാധാരണ മോര് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനകത്ത് എല്ലാം കൂടി ഇട്ടങ്ങ് അടിച്ചെടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് നമുക്ക് മോരുകറി വയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള പൊടികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മിക്സിയുടെ ജാർ അടച്ചു വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ തന്നെ ഈ തൈരും ഈ പൊടികളും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് വന്നതാണിത്. കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മോരുകറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിയുമ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക്, അതുപോലെ തന്നെ കുഞ്ഞുള്ളി കുറച്ച് അരിഞ്ഞത്, കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞാലും മതി കേട്ടോ. പിന്നെ വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇത്രയുമാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് കടുക് വറുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി കടുക് വറുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനി കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ, അതിലവിടെ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ തൈരിന് ഒട്ടും തന്നെ പുളി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. സാറിന് ഇവിടെ വാങ്ങുന്ന തൈരിന് അധികം പുളി ഇല്ലല്ലോ. നിങ്ങൾ കുറച്ച് നേരം വെള്ളി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് പുളി നന്നായിട്ട് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ എളുപ്പം നമ്മൾ വെക്കാൻ മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കടുക് വറുക്കുന്നില്ലേ, ഈ സമയത്ത് ഒരു തക്കാളിയും കൂടെ, നല്ല പഴുത്ത ഒരു തക്കാളി പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞാൽ നല്ല പുളി ഉണ്ടായിരിക്കും നമ്മുടെ മോര് കറിക്ക്. അത് നല്ല ടിപ്സാണ് കേട്ടോ. ഞാൻ നേരത്തെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന തൈരിന് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉറവെച്ചുണ്ടാക്കിയ തൈരാണ്. അതുകൊണ്ട് തന്നെ നല്ല പുളിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് തക്കാളിപ്പഴം ചേർക്കാത്തത്. അപ്പോൾ ഇപ്പം നമ്മുടെ കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് കടുവിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഉലുവ, അതായത് പൊടി ഇല്ലാത്ത ഉലുവ ഉണ്ടല്ലോ, ആ ഉലുവയും കൂടി ഇട്ടെന്ന് വറുത്തെടുക്കുകയാണെങ്കിലും ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഉലുവപ്പൊടി കുറച്ച് ചേർത്തത് കാരണമാണ് ഉലുവയും കൂടി ഇടാഞ്ഞത്. അപ്പോൾ നമ്മുടെ കടുവൊക്കെ നന്നായിട്ട് വറന്ന് വന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മോരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിലിട്ട് അടി ചേർത്ത് തന്നെ ഇതേപോലെ നമ്മൾ ഇളക്കണം. മോര് തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ തിളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് മോരുകറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അടി ചേർത്ത് ഇളക്കണമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തീ സിമ്മിലായിരിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് നോക്കാം, ഇങ്ങനെ ആവി ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് മോര് കാച്ചുന്നതിൻ്റെ പരുവെന്ന് പറയുന്നത്. ജസ്റ്റ് കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി മഞ്ഞ കളറിലേക്ക് മാറി വന്നുണ്ടോ. കാരണം നമ്മൾ ഇട്ട് കൊടുത്ത ആ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, ചൂടാകുമ്പോഴാണ് ശരിക്കും അതിൻ്റെ കളറ് ആയി വരുന്നത്. ഇപ്പം ആ കളറൊക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് 1 അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. 2 മിനിറ്റിന് താഴെ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് ആവി മുകളിലേക്ക് വരും. അപ്പോൾ ആ സമയമാണ് നമ്മുടെ മോരുകറിയുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തീയെ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ 1 മിനിറ്റ് നേരവും നമ്മൾ തവി എടുക്കാണ്ട് തന്നെ നമുക്ക്
ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാ ഇപ്പം നന്നായിട്ട് ആവി വരുന്നുണ്ട് മുകളിലോട്ട്. നമ്മളിൻ്റെ കൈ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അതെല്ലാം എന്നുണ്ടെങ്കിൽ വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടി ഉണ്ടല്ലോ, ഈ മുളക് പൊടി ഇങ്ങനെ മുകളിലേക്ക് വന്ന് കിടക്കും. ആ സമയം ആണെങ്കിലും നമ്മൾ മോര് കാച്ചി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, നന്നായിട്ട് ആയി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ മെയിനായിട്ടും ആവി വരുന്നത് നോക്കി കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ആവി വരുന്നത് മനസ്സിലാവും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് തീയെ ഓഫ് ചെയ്ത് അടുപ്പിൽ തന്നെ വെക്കരുത്, അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. കാരണം അടുപ്പിന് ചെറിയ ചൂട് കാണുമല്ലോ, നമ്മൾ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ചൂടത്തിരുന്ന് ഈ മോര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പത്തു നിന്ന് ഇത് മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് ഇത് വീണ്ടും പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്കൊരു മോര് കാച്ചാൻ പറ്റുന്നുണ്ടല്ലേ. ജസ്റ്റ് എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നു, ജസ്റ്റ് കടുക് വറുത്തെടുക്കുന്നു, നമ്മൾ ഈ മിക്സിയിൽ അടിച്ചിട്ട് കൂട്ട് ഒന്നിച്ചൊഴിച്ചു കൊടുക്കുന്നു, ജസ്റ്റ് ഒന്ന് ആവി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ, എല്ലാം കൂടെ 2 മിനിറ്റ് ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നല്ല സ്വാദിഷ്ടമായ മോരുകറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കുമ്പളങ്ങയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. സാധാരണ ഓരോ എന്തെങ്കിലും കഷ്ണമൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പിന്നെ തേങ്ങ അരച്ച് ചേർത്തുണ്ടാക്കാറ്, അതിനൊക്കെ വേറൊരു ടേസ്റ്റ് ഉണ്ട്, അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. ഇത് വളരെ നൊടിയിടയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും